بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اللهم أعني ولا تعن علي وامكر لي ولا تمكر علي وانصرني على من بغى علي. اللهم ثبت حجتي واهدي قلبي وسدد لساني واسلل سخيمة صدري. സഹോദരന്മാരെ, നമ്മുടെ ഫസ്റ്റ് സെഷനിലത്തെ അവസാനത്തെ ചോദ്യത്തിൻ്റെ അവസരമാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് നേരിട്ട് തന്നെ അതിലേക്ക് കടക്കാം. ആദ്യമായി സഹോദരന്മാരെ, ആദ്യം നമ്മുടെ സഹോദരൻ മീനിൻ കുഞ്ഞി ബാക്കവി ഒരു നസീഹത്ത് നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിനോട് നൽകുന്ന ഒരു നസീഹത്താണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും പാരായണവും എല്ലാം ഉപേക്ഷിക്കണം എന്നാണ്. തീർച്ചയായിട്ടും ബാക്കവി, യഥാർത്ഥത്തിൽ നിങ്ങളോട് തന്നെ ഉണർത്തുന്ന ഒരു ഉത്ബോധനം മാത്രമാണിത്. പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ തന്നെ അട്ടിമറിക്കാണല്ലോ. നിങ്ങൾ തന്നെ എന്ത് ചെയ്തു? ആദ്യം പറഞ്ഞതിനെ തിരുത്തി, പിന്നീട് പറഞ്ഞതിനെ വെട്ടിമാറ്റി, എന്നിട്ട് ആൾക്കാരെ കബളിപ്പിച്ചു. അത് തുറന്ന് കാട്ടിയ ഞങ്ങളെ ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊന്നും യഥാർത്ഥത്തിൽ വില പോവുകയില്ല. നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ ആദ്യം ഇബാദത്തിൻ്റെ ഹദ്ദിൽ ദൈവികമായുള്ള ഗുണവിശേഷങ്ങളോ സ്വയം പര്യാപ്തതയോ അത് നിർബന്ധമായി ഉണ്ടാകണമെന്നില്ല എന്ന് കൃത്യമായി തന്നെ നിങ്ങളുടെ വോയിസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ ബാക്കവിയുടെ വോയിസ് നമുക്ക് കേൾക്കാം. അപ്പോൾ എനിക്ക് മൗലവി സാഹിബിനോട് പറയാനുള്ളത്, ഇബാദത്താകണമെങ്കിൽ പരമമായ വണക്കവും താഴ്മയും ഉണ്ടായാൽ മതി. അപ്പോൾ ഇബാദത്താകണമെങ്കിൽ പരമമായിട്ടുള്ള വണക്കവും താഴ്മയും ഉണ്ടായാൽ മതി. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഇബാദത്താകണമെങ്കിൽ പരമമായിട്ടുള്ള വണക്കവും താഴ്മയും ഉണ്ടായാൽ മതി. ഇവിടെ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ഉള്ള വിശ്വാസം ഉണ്ടാകണം എന്ന് ഇതിലില്ല. ദൈവമാണെന്നോ ദൈവ അവതാരകത്തിൻ്റെ ഗുണവിശേഷമുണ്ടെന്നോ എന്ന് അതിൽ ഉണ്ടാവണമെന്നില്ല. അഥവാ ഇബാദത്തിൻ്റെ ഹദ്ദിൽ ഈ ഒരു നിബന്ധന അല്ലെങ്കിൽ ഈ ഒരു ഉപാധി ഉണ്ടാവണമെന്നില്ല. അവിടെ മാത്രം നിർത്തിയിട്ടില്ല. ബാക്കവി, നിങ്ങൾ അവിടെ മാത്രമല്ല നിർത്തിയത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഈ ഒരു ഉപാധി എന്താണോ വിട്ടത് എനിക്കറിയില്ല. നമുക്കൊന്നുകൂടി കേൾക്കാം. സ്വയം കഴിവുള്ളവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാകണം എന്നും ഈ നിർവചനത്തിലില്ല. അയ്വ, സ്വയം കഴിവ് ഉണ്ടാകണമെന്നുള്ളത് ഈ നിർവചനത്തിലില്ല. സ്വയം കഴിവ് ഉണ്ടാകണം എന്നുള്ളൊരു നിബന്ധന ഈ നിർവചനത്തിൽ ഇല്ല. അപ്പം മനസ്സിലായില്ലേ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വാദം? ആ വാദത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? രണ്ട് ഉപാധികളാണ്. ഒന്ന് സ്വയം കഴിവ്, രണ്ട് ദൈവികത. ഈ രണ്ടും തന്നെ ഉണ്ടാകണമെന്നില്ല എന്ന് നിങ്ങൾ വ്യക്തമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കുന്നു. ഒന്നുകൂടി കേൾക്കാം. സ്വയം കഴിവിൻ്റെ കാര്യം ഒന്നുകൂടി കേൾക്കട്ടോ. ഒന്നുകൂടി കേൾക്കാം നമുക്ക്. ആകണം എന്നും ഈ എന്ന് വിശ്വസിച്ചുകൊണ്ടാകണം എന്നും ഈ നിർവചനത്തിലില്ല. ഇതിലില്ല. സ്വയം കഴിവുള്ളവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാകണം എന്നും ഈ സ്വയം കഴിവുണ്ടാകണം എന്നുള്ളതും ഈ നിർവചനത്തിലില്ല. ഇത് ആദ്യം എന്ത് ചെയ്തു? വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ബാക്കവി പറഞ്ഞു. പക്ഷേ പിന്നീടുള്ള ഉത്തരങ്ങളിൽ നിന്നും ഈ ഒരു കാര്യം പറഞ്ഞത് പുള്ളി മറന്നങ്ങോട്ട് പോയി. ഇത് വ്യക്തമായി തന്നെ ജനങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മലക്കം മറിയാന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇതാണ് അവരുടെ അടിസ്ഥാനം. ഇബാദത്ത് ആകണമെങ്കിൽ എന്താണ്? സ്വയം കഴിവ് എന്നുള്ള ഉപാധി നൽകണമെന്നാണ്. പക്ഷേ ഇദ്ദേഹം തന്നെ പറഞ്ഞു അത് അങ്ങനെ ആവണമെന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് വ്യക്തമായ വൈരുദ്ധ്യം തുറന്നു കാട്ടിയപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് എന്താണ്, കുറച്ച് ദേഷ്യം വന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരൻ. സത്യസന്ധമായിട്ട് ദീൻ പറയണം. അതിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ. ഇനി നമ്മൾ ബാക്കവി ഇപ്പോൾ ഇബാദത്തിൻ്റെ നിർവചനം വീണ്ടും അട്ടിമറിക്കുന്നത് നമുക്ക് കേൾക്കാം. ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. എൻ്റെ വാദം
പച്ച മലയാളത്തിൽ രേഖപ്പെടുത്തി വച്ചിരുന്നു. ശരിയാണ്, പച്ച മലയാളത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പച്ച മലയാളത്തിലുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ വാദത്തിൽ കൊണ്ടുവന്നുള്ള ഉപാധികൾ തന്നെ നിങ്ങൾ തന്നെ അട്ടിമറിച്ചു. ഇൻഷാ അള്ളാ അത് വ്യക്തമായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും നിങ്ങൾ തുടരട്ടെ ഇൻഷാ അള്ളാ. അതായത് അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്നിവരോട് അവർ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുള്ളവരാണെന്നോ വിശ്വസിക്കാതെ അവർ നബിയാണ്, വലിയാണ് എന്ന വിശ്വാസത്തിൽ അവരോട് സഹായാർത്ഥന നടത്തൽ ശിർക്കല്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ഇബാദത്തിന്റെ നിർവചനം ചോദിച്ചു. ആ നിർവചനം ഞാൻ വിശദീകരിച്ചപ്പോൾ പരമമായ വണക്കം എന്താണ്, പരമമായ കീഴ്പ്പെടൽ എന്താണ് എന്ന് നിങ്ങൾ എന്നോട് അടുത്ത അവസരത്തിൽ ചോദിച്ചു. ആ സമയത്ത് ഞാൻ കൃത്യമായും പറഞ്ഞു, സ്വന്തമായി ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ താൻ വണങ്ങപ്പെടുന്ന വസ്തുവിന് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് പരമമായ വണക്കമാകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വണങ്ങപ്പെടുന്ന വസ്തുവിനെ കുറിച്ച് സ്വന്തമായി ഉപകാരം ചെയ്യാൻ, ഉപദ്രവം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ അവൻ്റെ ആ വണക്കം ആരാധനയായി. ദൈവമാണെന്ന് വിശ്വസിക്കണമെന്നില്ല. ഓക്കെ, ഇവിടെ നിർത്താം. ദൈവമാണെന്ന് വിശ്വസിക്കണമെന്നില്ല, അല്ലെങ്കിൽ ദൈവാവതാരമാണെന്ന് വിശ്വസിക്കണമെന്നില്ല എന്ന് മാത്രം എന്ത് ചെയ്തു നമ്മുടെ സഹോദരൻ ഇവിടെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം സ്വയം കഴിവുണ്ടാകണമെന്നുമില്ല എന്ന കാര്യം അദ്ദേഹം മനഃപൂർവ്വം മറന്നു. ഒന്നുകൂടി അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം സ്വന്തമായുള്ള കഴിവുകളും ആവണമെന്നില്ല എന്ന കാര്യം അദ്ദേഹം മറന്നുപോയി. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് ഉള്ള വിശ്വാസം ഉണ്ടാകണം എന്ന് ഇതിലില്ല. എന്താണ്? ദൈവികമായിട്ടുള്ള ഗുണവിശേഷം ഉണ്ടാകണമെന്നില്ല. സ്വയം കഴിവുള്ളവനാണ് എന്ന് എന്ത് സ്വയം കഴിവുണ്ടാവണം എന്നുള്ളത് എന്ത്? ഒന്നുകൂടി പറയട്ടെ. സ്വയം കഴിവുള്ളവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാകണം എന്നും ഈ നിർവചനത്തിലില്ല. സ്വയം കഴിവുണ്ടാകണം എന്നുള്ളതും ഈ നിർവചനത്തിൽ ഇല്ല. സ്വയം കഴിവുണ്ടാകണം എന്നുള്ളത് നിർവചനത്തിലില്ല. സ്വയം കഴിവുണ്ടാകണമെന്നുള്ളതും ഈ നിർവചനത്തിലില്ല. പിന്നെ എങ്ങനെയാണ് പരമമായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? ഒരിക്കൽ പുറത്ത് ചാടിച്ചിട്ടുള്ള സ്വയം കഴിവ് വീണ്ടും വീണപ്പോൾ അതിൻ്റെ അപകടം മണത്തറിഞ്ഞപ്പോൾ ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പച്ചക്കള്ളം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. നിങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്, ഇബാദത്തിന്റെ നിർവചനത്തിൽ സ്വയം കഴിവുണ്ടാകണം എന്നുള്ളതും ഇതിലില്ല. ഇത് ഞാൻ തെറ്റിദ്ധരിപ്പിക്കലാണ്. എൻ്റെ റബ്ബേ, ബാക്കവി ഉപദേശം നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറഞ്ഞാൽ മതി. ഒന്നുകൂടി ഞാൻ കൽപ്പിച്ചുതരാം. ഒന്നുകൂടി. സ്വയം കഴിവുള്ളവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാകണം എന്നും ഈ നിർവചനത്തിൽ. സ്വയം കഴിവുണ്ടാകണം എന്നുള്ളതും ഈ നിർവചനത്തിലില്ല. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമാണല്ലോ. ഇനി എൻ്റെ ചോദ്യം കേട്ടോളൂ. സ്വയം കഴിവുണ്ടാകണം എന്നുള്ളത് ഈ നിർവചനത്തിലില്ല. ഇബാദത്തിൻ്റെ നിർവചനത്തിൽ ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ ആ തേടപ്പെടുന്ന ശക്തിക്ക് സ്വന്തമായുള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല. ഇത് സത്യമാണോ കളവാണോ? ബസ് ഇത്രയാണ് എൻ്റെ ചോദ്യം. ഇബാദത്തിന്റെ നിർവചനത്തിൽ സ്വയം കഴിവുണ്ടാകണമെന്നില്ല എന്ന് നിങ്ങളുടെ വോയിസിൽ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. ഇത് സത്യമാണോ കളവാണോ? ചോദ്യത്തിന് മറുപടി പറയണം. എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ആദ്യത്തെ ഈ അവസരത്തിൽ ആദ്യത്തെ ചോദ്യമാണ്. നിങ്ങളുടെ വോയിസിൽ വ്യക്തമായി തന്നെ പറയുന്നു, ഇബാദത്താകണമെങ്കിൽ സ്വന്തമായുള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല. അത് സത്യമാണോ കളവാണോ? യെസ് ഓർ നോ? നമ്മുടെ ബാക്കവിയുടെ അടുത്ത ഉപദേശം കേട്ടോളി. ഇസ്തിഗാസ ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ഇതുവരെയും മെനക്കെട്ടിട്ടില്ല, തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഇപ്പൊ ഈ അടുത്ത കാലത്ത് പ്രിന്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. ശരി, ഇബാദത്തിന്റെ നിർവചനത്തിൽ
സ്വയം കഴിവും അതുപോലെ തന്നെ റുബൂബിയത്തും ഉലൂഹിയത്തും മാത്രമാണ്, അതില്ലെങ്കിലൊന്നും ഇബാദത്ത് ആകില്ല എന്ന് നിങ്ങൾ അടിസ്ഥാനം തെളിയിക്കാൻ കൊണ്ടുവന്ന ഗ്രന്ഥം എത്ര കൊല്ലങ്ങൾക്ക് മുന്നുള്ള ഗ്രന്ഥമാണ്. നിങ്ങളിവിടെ വായിച്ചല്ലോ, മുഹമ്മദ് ഹബീബ് അഷംഖീത്തി അദ്ദേഹത്തിൻ്റെ ഇസാദുൽ മുസ്ലിമിനിൽ നിന്നും ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അത് എത്ര കൊല്ലമായി എന്ന് പറയും, അത് പ്രിൻ്റ് ചെയ്ത് എത്ര കൊല്ലമായി എന്ന് പറയും. അദ്ദേഹം 100 കൊല്ലെങ്കിലും മുന്നേ മരണപ്പെട്ടു പോയിട്ടുള്ള പണ്ഡിതനാണോ അല്ലേ എന്ന് പറയും. സ്വന്തം ഞങ്ങളോട് അത് ചോദിക്കുമ്പോൾ നിങ്ങളും തന്നെ എന്ത് ചെയ്യണം, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാലിക്കണം. അതല്ലാതെ ഞങ്ങളോട് ഈ അടുത്ത് മരണപ്പെട്ടു പോയുള്ള പണ്ഡിതൻ്റെ കിതാബ് കൊണ്ടുവന്നുള്ള ആക്ഷേപിക്കാതെ ഞങ്ങളിപ്പോൾ അടുത്തൊന്നും ചെയ്തിട്ടില്ല. ഇമാം അബ്ദുൽ ഹൈ ലഖ്നവി റഹ്മത്തുള്ളാഹി ഏകദേശം 200-250 കൊല്ലം മുന്നേ ഉള്ള ഒരു പണ്ഡിതൻ, മരണപ്പെട്ടു പോയുള്ള പണ്ഡിതനാണ്. മാത്രമല്ല ദീൻ ദഹ്ലാൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം എന്താണ്, അറിയപ്പെടുന്ന മുഹദ്ദിസാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്തു, 100 വർഷം പോലും തികയാത്ത ഒരു ഗ്രന്ഥം എടുത്തുകൊണ്ട് 100 വർഷം പോലും തികയാത്ത ഒരു ഗ്രന്ഥം എടുത്തുകൊണ്ടാണ് നിങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള ഇബാദത്തെ നിർവചനം തെളിയിക്കാൻ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ശരിയായില്ല. നിങ്ങൾ തന്നെ ആ ഉപദേശം നിങ്ങളോട് തന്നെ എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. ഇനി സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഇവിടെ അടുത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള 100 വർഷം പോലും തികയാത്ത ഒരു പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഇബാദത്ത് നിർവചനം തെളിയിക്കാനും വ്യാഖ്യാനിക്കാനും അവരെന്ത് ചെയ്തു, 100 കൊല്ലം പോലും തികയാത്ത ഒരു ബുക്ക് എടുത്തുകൊണ്ടാണ് അവരുടെ ആശയം സ്ഥാപിക്കുന്നത്. കഷ്ടമായിപ്പോയി. ഞങ്ങളെ ആക്ഷേപിക്കുന്ന നിങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവണത ചെയ്ത് മോശമായിപ്പോയി. 1400 കൊല്ലത്തിൻ്റെ കിതാബുകളിൽ നിന്നും ഇത്തരം ഒരു വ്യാഖ്യാനം കിട്ടാത്തത് കൊണ്ടായിരിക്കണം താങ്കൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കെന്ത് ചെയ്യാം, എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഇദ്ദേഹം കൊണ്ടുവന്നുള്ള പണ്ഡിതൻ്റെ ആ ഒരു വ്യാഖ്യാനം സ്വീകരിക്കാത്ത ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അതിലെന്താണുള്ളത്, ഇബാദത്ത് ആകണമെങ്കിൽ റബ്ബാണെന്നുള്ളത് വിശ്വാസത്തോടു കൂടി മാത്രമേ ആവുകയുള്ളൂ, ഇല്ലെങ്കിലോ ഒരിക്കലും ഇബാദത്ത് ആവില്ല എന്നാണ്. എന്നാൽ ശരി, അങ്ങനെ അല്ല. പ്രാമാണികരായിട്ടുള്ള മുഫസ്സിരീങ്ങളൊന്നും അങ്ങനെയല്ല വിശദീകരിച്ചത്. ഉദാഹരണത്തിന് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 90-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞതെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നു, യുഖർറിറു തആല വഹ്ദാനിയതഹു, അല്ലാഹു തആല അവൻ്റെ വഹ്ദാനിയത്ത്, അവൻ ഏകത്വമാണെന്നുള്ള കാര്യം എന്താണ്, സ്ഥിരപ്പെടുത്താണ്. വസ്തിഖ്ലാലഹു ബിൽ ഖൽഖി വതസറുഫി വൽ മുൽക്കി, അല്ലാഹു മാത്രം ഏകത്വമുള്ളതാണ് എന്ത്, ഖൽഖിലും പടപ്പിലും അതുപോലെ കൈകാര്യകർത്താവിലും അതുപോലെ തന്നെ ആധിപത്യത്തിലും ഒക്കെ അല്ലാഹു തആല മാത്രമാണ്, വേറെ ആരും പങ്കുകാരില്ല. ലിയുർഷിദ ഇല അന്നഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ വലാ തംബഗി അൽ ഇബാദത ഇല്ലാ ലഹു വഹ്ദഹു ലാ ശരീക ലഹു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കണം എന്ത്, അല്ലാഹു തആല അല്ലാതെ ഇബാദത്തിന് അർഹതയില്ല, അവന് കൂടാതെ പങ്കുകാരില്ല. വലിഹാദ ഖാലി റസൂലിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂല ലിൽ മുശ്രികീന അൽ ആബിദീന മഅഹു ഗൈറഹു അൽ മുഅ്തരിഫീന ലഹു ബിർറുബൂബിയത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ആരോട്? മുശ്രിക്കീങ്ങളോട്. ആ പറയപ്പെട്ട മുശ്രിക്കീങ്ങളോട് പറയാണ്, അൽ ആബിദീന മഅഹു ഗൈറഹു, അള്ളാഹുവിനോടൊപ്പം തന്നെ മറ്റ് ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുള്ള മുശ്രിക്കീങ്ങൾ അല്ലാഹു തആല പറയാണ്. എന്താണ് അവരുടെ വിശ്വാസം? അൽ മുഅ്തരിഫീന ലഹു ബിർറുബൂബിയത്തി, അൽ മുഅ്തരിഫീന ലഹു ബിർറുബൂബിയത്തി, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അവർ അംഗീകരിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അവർ അംഗീകരിച്ചിരുന്നു. വഅന്നഹു ലാ ശരീക ലഹു ഫീഹാ, അള്ളാഹുവിൻ്റെ ആ റുബൂബിയത്തിൽ എന്ത് ചെയ്തു, അവരൊരിക്കലും തന്നെ പങ്കുകാരാക്കിയിട്ടില്ല. അഥവാ ഈ പരാമർശിക്കപ്പെടുന്ന ഖൽഖിൽ, ഈ പരാമർശിക്കുമ്പോൾ തസറുഫിൽ, ഈ പരാമർശിക്കുമ്പോൾ മുൽക്കിൽ അള്ളാഹു തആലക്ക് പുറമെ മറ്റാരെങ്കിലും ഈ അർത്ഥത്തിൽ റബ്ബാണെന്ന നിലയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല, അവർ പങ്കുകാരാക്കിയിട്ടില്ല. ഇനി പങ്കുകാരാക്കിയില്ലെന്ന റുബൂബിയത്തിലാണോ? അല്ല. ഒമാ ഹാദ ഫഖദ് അശ്റകു മഅഹു ഫിൽ ഇലാഹിയ, ഉലൂഹിയത്തിൽ അഥവാ ആരാധനയിൽ അവരെന്ത് ചെയ്തു, അവർ അള്ളാഹുൽ പങ്കു ചേർത്തു. ഫഅബദു ഗൈറഹു മഅഹു, അള്ളാഹുവിന് പുറമെ മറ്റ് പലതിനെയും എന്ത് ചെയ്തു, അവർ ആരാധിച്ചു. ഏത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ? മഅ്തിറാഫിഹിം അന്നല്ലദീന അബദൂഹും, അഥവാ അവർ വിശ്വസിച്ചു എന്ത്, ഈ അള്ളാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെ എന്താണ്, ലാ യഖ്ലുഖൂന ഷൈഅൻ, അവരൊന്നും തന്നെ
സൃഷ്ടിക്കുന്നില്ല. അഥവാ ലാത്തയും ഉസ്സയും അതുപോലെ തന്നെ മറ്റ് എന്ത് ആരാധിക്കപ്പെടുന്ന വസ്തുക്കളാകട്ടെ, ലാ യഖ്ലുഖൂന ഷൈഅൻ, അവർ ഒന്നിനെ തന്നെ എന്ത് ചെയ്യില്ല, സൃഷ്ടിക്കുന്നില്ല. വലാ യംലിക്കൂന ഷൈഅൻ, അതുപോലെ ഒന്നിനെ തന്നെ ഉടമപ്പെടുത്തുന്നില്ല. വലാ യസ്തബിദ്ദൂന ബിഷൈഇൻ, അതുപോലെ തന്നെ ഒന്നിനും നിയന്ത്രിക്കുന്നില്ല. ബൽ യഅ്തഖദു, മറിച്ച് അവർ വിശ്വസിച്ചു, അന്നഹും യുകദ്ദിബൂനഹും ഇലൈഹി സുൽഫ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുമെന്ന് അവർ വിശ്വസിച്ചു. ഇനി വീണ്ടും സഹോദരന്മാരെ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തന്നെ അദ്ദേഹത്തിൻ്റെ തഫ്സീർ സൂറത്തുൽ അൻകബൂത്തിൽ 61-ാമത്തെ ആയത്തെ വിശദീകരണത്തിൽ കൊടുക്കുന്നൊരു ഭാഗം നോക്കാം. വഖദ് കാനൽ മുശ്രിക്കൂന, അഥവാ മുശ്രിക്കീങ്ങളായിരുന്നു. എന്താണ് അവരായിരുന്നത്? അവരെന്താണ്? അള്ളാഹുവിന് പുറമെ റുബൂബിയത്തിലൊക്കെ പങ്കുകാരാക്കി എന്നാണോ? അല്ല. വകസീറമ്മ യുകറു തആല മഖാമൽ ഇലാഹിയത്തി വൽ ഇഅ്തിറാഫി ബിത്തൗഹീദ് റുബൂബിയ്യ, അള്ളാഹു താല വ്യക്തമായി തന്നെ പ്രസ്താവിക്കുകയാണ് എന്ത്? അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൻ്റെ സ്ഥാനം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ബിൽ ഇഅ്തിറാഫി തൗഹീദ് റുബൂബിയ്യത്തി, അഥവാ അവരുടെ ആ അംഗീകാരം അള്ളാഹു താലാക്ക് മാത്രമേ റുബൂബിയത്തിൻ്റെ അവകാശമുള്ളൂ, അത്തരം റുബൂബിയത്തിൻ്റെ വിശേഷങ്ങൾ അള്ളാഹു താലാക്ക് മാത്രമുള്ളൂ എന്ന അവർ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു താല ഉലൂഹിയത്തിൻ്റെ ആ സ്ഥാനം എന്ത് ചെയ്യാൻ സ്ഥിരപ്പെടുത്താണ്. വഖദ് കാനൽ മുശ്രിക്കൂന യഅ്തരിഫൂന ബിദാലിക, മുശ്രിക്കീങ്ങളാകട്ടെ അള്ളാഹു താല മാത്രമാണ് റബ്ബ്, ഏതർത്ഥത്തിൽ? അള്ളാഹു താല മാത്രം ഖാലിഖ് റാസിഖ് മുദബ്ബിർ എന്ന അർത്ഥത്തിൽ അവരത് അംഗീകരിച്ചിരുന്നു. എങ്ങനെ? കമാ കാനു യഖൂലൂന ഫീ തൽബിയതിഹിം ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികു വമാ മലക. ഇവരെന്താണ്? അവരാരാധിക്കുന്ന ആ കാര്യങ്ങളൊക്കെ അതിനെ ഉടമപ്പെടുത്തുന്ന ആരാണ്? അള്ളാഹു താല മാത്രമാണ്. അതല്ലാതെ സ്വയം കഴിവ് അള്ളാഹുവിന് പുറമെ മറ്റൊരുവരുണ്ട് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല? മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ 100 വർഷം പോലും തികയാത്ത ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ പറയപ്പെടുന്ന മറ്റ് വലിയ പണ്ഡിതന്മാരുടെ അഭിപ്രായമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല. മാത്രമല്ല, ഈ അടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രിൻ്റ് നിങ്ങൾ പറഞ്ഞു അത് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ 100 വർഷം പോലും തികയാത്ത ഒരു കിതാബ് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് എതിരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇബാദത്തിൻ്റെ നിർവചനം വിശദീകരിക്കുന്ന ആ ഒരു ഗ്രന്ഥം എന്ത് ചെയ്യുന്നത് നിങ്ങൾ പ്രാമാണികമായി കൊണ്ടുവരുന്നത്? അപ്പോൾ ഈ ഇരട്ടത്താപ്പ് എന്ത് ചെയ്യുക? താങ്കൾ എന്ത് ചെയ്യുക? വെടിയുക. ഇനി നമ്മളെ ബാക്കിയുടെ അടുത്ത ഉപദേശം കേൾക്കാം. ഇവിടെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു കാലത്ത് മുജാഹിദുകളും ഈ വിഷയം ഇതേ രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, മുജാഹിദുകൾ പറയുന്നത് അതേപോലെ തന്നെ പറയണം. മനസ്സിലായില്ലേ? കക്കാതെ മുറിക്കാതെ എന്താണ് വ്യക്തമായി തന്നെ വിശദീകരിച്ചത് അത് എന്ത് ചെയ്യണം? അത് നിങ്ങൾ അതേപോലെ തന്നെ പറയണം. പിന്നെ മാസാമാസം തൗഹീദ് മാറാൻ തുടങ്ങിയപ്പോഴാണ്. അതെ, മാസാമാസം തൗഹീദ് മാറിയെന്നാണ്. നിങ്ങൾ മിനിറ്റുകൾക്കല്ല മാറിയിട്ടുള്ളത്. ഇബാദത്ത് നിർവചനം മിനിറ്റുകൾ, മാസം പോട്ടെ, മിനിറ്റുകൾ, മണിക്കൂറിൻ്റെ ഉള്ളിലല്ല നിങ്ങൾ മാറ്റിയത്. ആദ്യം പറഞ്ഞു എന്ത്? ഇബാദത്ത് ആകണമെങ്കിൽ എന്തില്ല? സ്വയം കഴിവോ അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള ഗുണങ്ങളോ ഉണ്ടാകണമെന്നില്ല. പിന്നെ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ് പറഞ്ഞു പരമമായിട്ടുള്ള വണക്കം എന്ന് പറഞ്ഞാൽ സ്വയം കഴിവെന്നാണ്. പിന്നെ പറഞ്ഞു എന്ത്? ഈ സ്വയം കഴിവ് ഉണ്ടാകണമെന്നുള്ള ആ കാര്യം തന്നെ ഇബാദത്തിന്റെ നിർവചനത്തിൽ താങ്കൾ അത് വേണമെന്നില്ല എന്ന ഭാഗം നിങ്ങൾ വെട്ടിമുറിച്ചു. അപ്പോൾ ഇതൊക്കെ മിനിറ്റുകൾ, മണിക്കൂറുടെ ഉള്ളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ആ താങ്കളാണോ മുജാഹിദുകളുടെ ആ ഇബാദത്തിന്റെ നിർവചനം വിശദീകരിക്കുന്നത്? അത് എന്താണ്? ഞങ്ങൾ മാസം തോറും ഒക്കെ മാറ്റി പറയലാണെന്നുള്ള ആ ഒരു നിങ്ങളുടെ പ്രസ്താവന ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് എന്താണ് മുജാഹിദുകളൊക്കെ അവരുടെ പ്രസിദ്ധിയിൽ പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം അതിലേക്ക് ഇൻഷാ അല്ലാഹ്. ഈ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെയും വ്യക്തമായ രീതിയിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മുജാഹിദുകളുടെ മുഖപത്രം എഴുതുന്ന അൽമനാർ 1988 ജനുവരി മാസം പുസ്തകം 5 കൃത്യമാണ്. അൽമനാർ 1988 ജനുവരി പുസ്തകം 5 എന്താണ് എഴുതുന്നത്? അപ്പോൾ അങ്ങേ അറ്റത്തെ അപ്പോൾ എന്നതിൽ എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും താങ്കൾ എന്തുകൊണ്ടാണ് അത് പൂർണ്ണമായി ഇത് ഇവിടെ ഇടായതെന്ന് എനിക്കറിയില്ല. മറച്ചു വെച്ചത് കൊണ്ടാണോ അല്ലേ എനിക്കറിയില്ല. എന്ത് ചെയ്യാം? അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുക? ആ അൽമനാർ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് ഇടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കബളിപ്പിക്കലുടെ ഉസ്താദുകാരാണ് നിങ്ങളെന്ന് വ്യക്തമായി തന്നെ ഇവിടെ ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ
ഇനി എന്ത് ചെയ്യുക, ആ അൽമനാർ എന്ത് ചെയ്യുക, 1988 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ അൽമനാർ എന്ത് ചെയ്യുക, ഒന്ന് ഇവിടെ ഹാജരാക്കുക. അനുസരണയും താഴ്മയും അടിമത്വവുമൊക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ, അങ്ങേയറ്റത്തെ അനുസരണയും താഴ്മയും അടിമത്വവുമൊക്കെ ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വിശ്വാസങ്ങളും കൂടി വരുന്നു. എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വിശ്വാസങ്ങൾ? അഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യകാരണബന്ധങ്ങൾ അതീതമായിട്ടുള്ള വിശ്വാസങ്ങൾ. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാകാതെ പോലെ എന്ത് ചെയ്യാണ്, അഭിനയിക്കുകയാണ്. ഇനി ഇൻഷാ അള്ളാ എവിടൊക്കെയാണോ ഇത് വിശദീകരിച്ചത് അവിടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ആ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാ നമുക്ക് അതിലേക്ക് കടക്കാം. ഇത് ഈ അടുത്ത് നമ്മുടെ അലവി സഖാവി ഇപ്പോൾ എന്താണ് ഊരും പേരൊന്നും ഇല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ കളിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു വഞ്ചനയാണ് എന്ത്, അതിലത്തെ ആദ്യത്തെ ഭാഗം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം പറയാതിരിക്കുക. നമുക്ക് നോക്കാം എന്താണ് അത് പറയുന്നത്. ഇവിടെ ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കണമെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായത്തിന് മാത്രം. ഇവിടെ എന്ത് ചെയ്യുന്നു, അവിടെ മുറിച്ചുകൊണ്ട് ആൾക്കാരെ കബളിപ്പിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് ഇബാദത്തിൻ്റെ ആ നിർവചനം മുജാഹിദുകൾ പോലും അംഗീകരിച്ചിട്ടുണ്ടെന്നാണ്. ഇനി ബാക്കി ഭാഗം എന്ത് ചെയ്യുന്നില്ല, അവർ പറയുന്നില്ല. ദിവ്യത്വമെന്നാൽ കേട്ടോളി, ദിവ്യത്വമെന്നാൽ കേട്ടോളി ബാക്കവി, ദൈവികമായ കഴിവ്. ഇനി അടുത്ത് നോക്കുക, അദൃശ്യമായ കഴിവ് എന്നെല്ലാമാണ് അർത്ഥമാകുന്നത്. അപ്പോൾ ദിവ്യത്വമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദൈവികമായ കഴിവ്, അതുപോലെ തന്നെ അദൃശ്യമായ കഴിവ്. അതിനാണ് എന്ത് പറയുക, അഭൗതികമായ കഴിവ്, അല്ലെങ്കിൽ കാര്യകാരണബന്ധമുള്ള അതീതമായുള്ള കഴിവ്, അദൃശ്യമായ കഴിവ്. ഇത് മുജാഹിദുകൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ആ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് വെട്ടിമുറിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അൽമനാറിൻ്റെ മുഖപത്രം 1988 ആ ഒരു മുഖപത്രം എന്ത് ചെയ്യുക, ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് ഇവിടെ ഇടുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഈ വിഷയത്തിൽ ഇബാദത്തിന്റെ ഈ കാര്യങ്ങൾ വായിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കുൻ ഫയകൂൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭൗതികമായ കാര്യകാരണബന്ധങ്ങൾ അതീതമായ അള്ളാഹു തആല പ്രവർത്തിക്കുമെന്നാണ്. അതല്ലാതെ സൃഷ്ടികളെ പോലെ കാരണങ്ങൾ മുഖേന അതുപോലെ തന്നെ ദൃശ്യമായ മാർഗത്തിൽ എന്ന അർത്ഥമല്ല എന്ന കാര്യം എന്തേ സഹോദര ജനങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കി കൊടുക്കേണ്ടത്. ഞാനത് വായിക്കണമെങ്കിൽ വായിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി എന്ത് ചെയ്യുക, ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ അഖ്സാഅത്തുൽ ഖുദൂഇ വ തദല്ലുൽ എന്നുള്ള ആ വിശദീകരണം, അങ്ങേറ്റത്തെ ആ താഴ്മയും അള്ളാഹു തആലക്കല്ലാതെ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു, വലാ യശ്ഫി മരീദൻ വലാ യർസുഖു റിസ്കൻ വലാ യക്ഷിഫു ദുർറൻ ഇല്ലാ ഹുവ ബിമഅന അൻ യഖൂല ലിശൈഇൻ കുൻ ഫയകൂൻ. അള്ളാഹു തആല രോഗിയെ സുഖപ്പെടുത്തും, അതുപോലെ അള്ളാഹു തആല തന്നെ മറ്റുള്ളവർക്ക് റിസ്ക് നൽകും, അതുപോലെ തന്നെ അള്ളാഹു തആല തന്നെ ദുരിതം നീക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്, അൻ യഖൂല ലിശൈഇൻ കുൻ ഫയകൂൻ. അള്ളാഹു തആല അത് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകുകയും ചെയ്യും. ലാ ബിമഅന, കേട്ടോളി, ലാ ബിമഅന അതുകൊണ്ട് ഒരിക്കലും ഉദ്ദേശമല്ല എന്ത്, അത്തസ്ബീബ് അൽ ആദി അല്ലാഹിരി. എന്തേ സഹോദര അത് വിട്ടത്, എന്തേ ജനങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കാത്തത്? അത്തസ്ബീബ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ കൊണ്ട്, ഒരിക്കലും തന്നെ കാരണങ്ങൾ കൊണ്ടല്ല, ആദിയായ നിലക്കല്ല, അത് പറഞ്ഞാൽ സാധാരണ നിലക്കല്ല. നിങ്ങൾ സാധാരണ അസാധാരണം പറയുന്ന ആളാണല്ലോ, ആ സാധാരണ എന്ന നിലക്കല്ല, വാഹിറായി അദൃശ്യം എന്ന നിലക്കാണ്, അതിൽ ദൃശ്യം എന്ന നിലക്കല്ല. ഏതുപോലെ നിങ്ങൾ സാധാരണ പറയൽ കമാ യുഖാലു ഷഫത്ത് തബീബുൽ മരീദ വറസഖൽ അമീറുൽ ജുന്ദ, ഏതുപോലെ ഡോക്ടർ രോഗിയെ ചികിത്സിച്ചു, അതുപോലെ തന്നെ ഭരണാധികാരിയൊക്കെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതേപോലെയല്ല, അവരാകട്ടെ എന്താണ്, തസ്ബീബാണ്, കാരണങ്ങൾ മുഖേനയാണ്, ആദിയാണ്, സാധു നിലക്കാണ്, വാഹ്യാണ്, ദൃശ്യമായ നിലക്കാണ്. ഇത് എന്തേ
വ്യക്തമായി തന്നെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി മരണപ്പെട്ടവരോടുള്ള ഇസ്തിഗാസ ഇങ്ങനെ കാരണങ്ങൾ മുഖേനയുള്ള തേട്ടമാണോ, അത് ഷിർക്കാണോ, തൗഹീദ് വിരുദ്ധമാണോ, എന്ത് വ്യക്തമായി തന്നെ നമ്മുടെ ഷാവലുല്ലാഹി ദഹലവി തന്നെ പറയട്ടെ. ഷാവലുല്ലാഹി ദഹലവി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം അൽ ഖൈറുൽ കസീർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? ഇവിടെ വഅലം അഥവാ നമ്മുടെ വാക്കവെ അറിയണം, അന്ന തലബൽ ഹവായിജി മിനൽ മൗത ആലിമൻ ബി അന്നഹു സബബുൻ. എന്താണ് മരണപ്പെട്ടവരോട് നിന്നും ആവശ്യം ചോദിക്കുന്നത്? ഏത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവൻ അറിയുന്നു ബി അന്നഹു സബബുൻ, അവർ കാരണക്കാരാണ് എന്ന അടിസ്ഥാനത്തിൽ. ലീൻ ജാഹിഹ, ഇത് നിർവഹിച്ചു തരാൻ അവർ കാരണക്കാരാണ്, ഒരിക്കലും തന്നെ ഖാലിഖ് എന്ന അർത്ഥത്തിലല്ല. ഇങ്ങനെ അള്ളാഹു തആല അല്ലാതെ മരണപ്പെട്ടവരിലോട് നിന്നും ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി ചോദിക്കുന്നത് കുഫ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയായിട്ടുള്ള ഷിർക്കാണ്. എന്തുകൊണ്ട്? യജിബുൽ ഇഹ്തിറാസു അൻഹു തഹറുമു ഹാദിഹിൽ കലിമ എന്ന ഈ കലിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് അവനെ തടയുന്നു. എന്തിൽ നിന്നും? മരണപ്പെട്ടവരോട് നിന്നും ഇസ്തിഗാസ നടത്തുന്നത് അത് അവനെ തടയുന്നു. ഇതാണ് ഷാവലുല്ലാഹി ദഹലവി എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇസ്തിഗാസ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കാമല്ലോ, ഷാവലുല്ലാഹി ദഹലവി ഇബാദത്ത് നൽകിയിട്ടുള്ള നിർവചനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മരണപ്പെട്ടവരൊക്കെ കാരണക്കാരെന്ന നിലക്ക് അത് ചോദിക്കുന്നത് കുഫ്റാണെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിന് എതിരാണെന്നും പറഞ്ഞിട്ടുള്ള കാര്യം എങ്ങനെ ഇദ്ദേഹം പറയുന്നു? അത് ഒരിക്കലും തന്നെ ശരിയാവുന്നതല്ല. അപ്പോൾ ഇവിടെ ഷാവലുല്ലാഹി ദഹലവിയുടെ ആളുകളല്ല നിങ്ങൾ, ഷാവലുല്ലാഹി ദഹലവിനെ കാഫിറാക്കിയിട്ടുള്ള ആളുകൾ നിങ്ങൾ. മനസ്സിലായില്ലേ? മീറ്റിംഗ് കൂടിയിട്ട് ഷാവലുല്ലാഹി ദഹലവിയെ കാഫിറായി പ്രഖ്യാപിച്ച ആളുകളാണ് ബരേൽവികൾ. അപ്പോൾ അത്തരത്തിലുള്ള ആൾ എന്ത് ചെയ്യേണ്ട? ഷാവലുല്ലാഹി ദഹലവി നിങ്ങളെ കൂട്ടിക്കൊണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് ഞങ്ങൾ കടത്തിക്കൂട്ടിയതാണെന്ന് പറയുകയാണെങ്കിൽ കടത്തിക്കൂട്ടിയത് എന്നുള്ളത് തെളിയിക്കണം. കേവലം വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, മറിച്ച് അത് വ്യക്തമായി തന്നെ രേഖയുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കണം ഇൻഷാ അല്ലാഹ്. ഈ വിഷയത്തിൽ ചോദ്യം, ഷാവലുല്ലാഹി ദഹലവിയുടെ ഇബാദത്ത് നൽകിയിട്ടുള്ള നിർവചനം അതുപോലെ അതിൻ്റെ വിശദീകരണമൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ കൃത്യമായി തന്നെ അല്ലാഹു തആലക്ക് പുറമെ മരണപ്പെട്ടവരോട് ആവശ്യം പൂർത്തീകരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിനെതിരാണെന്ന് പ്രഖ്യാപിച്ച ആ പണ്ഡിതൻ്റെ ആ ഇബാറത്ത് നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലേ? അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? ഇനി ഇത് കടത്തിക്കൂട്ടിയതാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ തെളിവ് ഹാജരാക്കണം. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. ഇനി അടുത്ത വിഷയത്തിൽ നമുക്ക് കിടക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞ ഷാഹുവലിയുല്ലാഹി ദഹലവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതും ഷാഹുവലിയുല്ലാഹി ദഹലവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതും ഞങ്ങൾ പറയുന്നതും ഒന്ന് തന്നെയാണ്. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ കൃത്യമായി തന്നെ ഇബാദത്തിന്റെ അഖ്സാഖായത്തിൽ ഖുദൂ എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം എന്താണ്, അള്ളാഹു തആലക്ക് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് ഉദ്ദേശം എന്താണ്, അഭൗതികമായി കാര്യകാരണതീതമായിട്ട് അള്ളാഹു തആല മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ഭാഗം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കുന്നു കേവലം നാവ് കൊണ്ട് പറയുക എന്നല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? അത് അംഗീകരിച്ചിട്ടില്ല. ഇനി കൃത്യമായി തന്നെ ഈ മരണപ്പെട്ടവർ കാരണക്കാരെന്ന നിലക്ക് അവരോട് ചോദിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തിനെതിരെയാണെന്നുള്ളത് ആര് പ്രഖ്യാപിച്ചിട്ടുണ്ട്? ഷാവലുല്ലാഹി ദഹലവി അദ്ദേഹത്തിന് അൽ ഖൈറുൽ കസീർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യാൻ? നിങ്ങൾ അതിനെ പറ്റിയിട്ട് തൊടണം. ഈ കേവലം അത് തട്ടിയുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തട്ടിക്കൂട്ടിയത് അതുപോലെ തന്നെ കടത്തിക്കൂട്ടിയത് നിങ്ങൾ പറയണമെങ്കിൽ അതിൻ്റെ രേഖ നിങ്ങൾ ഹാജരാക്കണം. ബാക്കവിയുടെ അടുത്ത ദുർവ്യാഖ്യാനവും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കലും നമുക്ക് അതിലേക്ക് കിടക്കാം. ഔലിയാക്കളെ കുറിച്ചിട്ട് നമുക്ക് കിടക്കാം. അദ്ദേഹത്തിൻ്റെ നമുക്ക് നൽകുന്ന ഉപദേശം. പിന്നെ ഞങ്ങൾക്കില്ലാത്ത വാദങ്ങളൊക്കെ ഞങ്ങളുടെ മേൽ കെട്ടിവെച്ചിട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ് മൗലവി സാഹിബിനുള്ളത്. ഒരിക്കലും ഇല്ല. നിങ്ങൾക്കില്ലാത്ത വാദം ഒന്നും ഒരിക്കലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നില്ല. മറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്ത് ചെയ്യുന്നു, നിങ്ങൾ വേറെ രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ വളച്ചൊടിക്കണം. ആ വളച്ചൊടിക്കൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണിച്ചു തരാം. എന്ത് ചെയ്യാൻ തുടരട്ടെ, നമ്മളെ സഹോദരൻ തുടരട്ടെ. എന്താണ് അങ്ങനെ ആയാൽ
അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് സംഭവിച്ചതൊക്കെ നിങ്ങളാണല്ലോ സംഭവിപ്പിക്കുന്നത്, നിങ്ങളാണല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതല്ലാതെ നമ്മളൊന്നും ചെയ്യുന്നില്ല. എന്ത് ചെയ്യണം അദ്ദേഹം പറയട്ടെ. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് സമയം കളയാൻ വേണ്ടി നമുക്കില്ലാത്ത വാദങ്ങൾ. സമയം ഏകദേശം 1 മണിക്കൂറാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ മറുപടി എന്ന നിലയ്ക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ശരി, പറയട്ടെ അദ്ദേഹം. പറയാം, അതായത് അദ്ദേഹം തന്നെ പറയട്ടെ, അതാണ് അതിന്റെ ശരി. ശരി, ശരിയായിട്ടുള്ള കറക്റ്റ് പൊസിഷൻ കിട്ടുന്നില്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അതാണ് എൻ്റെ ചോദ്യം. അതായത് ചോദ്യമല്ല, വ്യക്തമായി തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണ്, അള്ളാഹുവിൻ്റെ വലിയായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അദ്ദേഹത്തിൽ നിന്നും കറാമത്തുകൾ പ്രകടമാവണമെന്നില്ല. ഇതായിരുന്നു അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം 2 ദിവസം മുന്നേ പറഞ്ഞിട്ടുള്ള ആ വോയിസ് നമുക്കതിലേക്ക് കിടക്കാം. അദ്ദേഹം പറഞ്ഞു എന്താണ്, ഈ വിശദീകരണത്തിൽ നിന്ന് ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുള്ള കൊടുത്തിട്ടുള്ള വിശദീകരണത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന ഇത്തരം കഴിവുകളൊക്കെ ഉറപ്പായിട്ടും ജീവിതകാലത്ത് ഉണ്ടാകുമെന്നാണ്. അദ്ദേഹം പറയുന്ന ആ വോയിസ് നമുക്ക് എടുക്കാം. ാണെങ്കിലും പ്രയാസമുള്ള കാര്യമാണെങ്കിലും അടുത്തുള്ളതാണെങ്കിലും വിദൂരത്തുള്ളതാണെങ്കിലും അത് വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള കഴിവ് അവർക്ക് അള്ളാഹു കൊടുക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. ഓക്കെ, ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇങ്ങനെ അള്ളാഹു തആല ഇങ്ങനെ കൊടുക്കും, കഴിവുകൾ ഇങ്ങനെ കൊടുക്കുമെന്നാണ്. ശരി, ഇനി പറയുന്ന ഭാഗം കേട്ടോ കേട്ടോ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കും എന്നുള്ളത് ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്ത് ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കറാമത്തുകളൊക്കെ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കറാമത്തിൽ ഉണ്ടാവണം. അപ്പോൾ അതിനുള്ള മറുപടിയായി ഞാൻ മറുപടിയല്ല, അദ്ദേഹത്തിന് വ്യക്തമായി കൊടുക്കുകയാണ്, നിർബന്ധമായിട്ടും അള്ളാഹു തആല അങ്ങനെ ഒരു വലിയായി കഴിഞ്ഞാൽ ഇന്ന കറാമത്തുകളൊക്കെ ഉണ്ടാകണം എന്നൊരു നിബന്ധന അള്ളാഹു തആല വെച്ചിട്ടില്ല. കറാമത്തുകൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. കറാമത്തുകൾ ഉണ്ടായി എന്നതുകൊണ്ട് കറാമത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് ഒരു വലിയൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇത് വ്യക്തമാക്കി പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ വോയിസ് ഇട്ടത്. അതിന് അദ്ദേഹം എന്ത് ചെയ്തു, കബളിപ്പിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് ബാക്കവി ഇങ്ങനെ കബളിപ്പിക്കുന്നത്? സ്വന്തമായിട്ട് ആ ഉപദേശം നിങ്ങൾ മനസ്സിരുത്തിയിട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞൂടെ, എന്തിനാണ് വെറുതെ കബളിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞത് എന്താണ്, കൃത്യമായി തന്നെ പറഞ്ഞു. ഇവിടെ അള്ളാഹു തആല ഒരു വലിയന് ആ വലിയന് കറാമത്തുകൾ അദ്ദേഹത്തിൽ പ്രകടമാകണം എന്നുള്ളത് നിർബന്ധമില്ല എന്ന പറഞ്ഞ കാര്യത്തെ എന്തിനാണ് മനഃപൂർവ്വം നിങ്ങൾ അത് കബളിപ്പിച്ചത്? ഇതാണ് എൻ്റെ ഈ വിഷയത്തിലെ ചോദ്യം. ബാക്കി അടുത്ത വോയിസിലേക്ക് കിടക്കാം. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഈ കറാമത്തും മുഅ്ജിസത്തും ഒക്കെ എപ്പോഴും ഉണ്ടാകില്ല എന്ന്. അത് അങ്ങനെ അവർക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് ആ കറാമത്ത് മുഅ്ജിസത്ത് വെളിവാക്കാൻ അവർക്ക് കഴിയില്ല എന്ന് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എപ്പോഴും ഉണ്ടാകണമെന്നില്ല എന്ന് തന്നെയാണ്. ഓക്കെ, പറയും. ഉള്ളതിന്റെ പ്രമാണം കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. ശരി, അത് പ്രമാണം യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന നിങ്ങൾ അശ്അരികളുടെ നേതാവായിട്ടുള്ള ഖുശൈരി തന്നെ റഹ്മത്തുള്ളാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്, ഈ കറാമത്തുകളൊക്കെ അഥവാ ഈ കറാമത്തുകളൊക്കെ ചിലപ്പോൾ സംഭവിക്കും. കദ് മുദാരിഇന്റെ മുന്നേ വന്നു കഴിഞ്ഞാൽ തഖ്ലീൽ അല്ലെങ്കിൽ തഖ്ലീലിൻ്റെ മാനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഥവാ ചിലപ്പോഴൊക്കെ അവരുടെ ഇഖ്തിയാർ കൊണ്ടും അഥവാ അവരുടെ ഉദ്ദേശം കൊണ്ടും അതുപോലെ തന്നെ അവരെ ആവശ്യപ്പെടൽ കൊണ്ടും സംഭവിച്ചേക്കാം. എപ്പോഴും എന്നല്ല. വഖദ് ലാ തഹ്സിലു, ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാവില്ല. വഖദ് തകൂനു ബിഗൈരി ഇഖ്തിയാരി ഫി ബഅദിൽ ഔഖാത്തി, ചിലപ്പോൾ അവർ ഉദ്ദേശിക്കാതെ തന്നെ എന്ത് ചെയ്യാം, പ്രകടമാകും. അപ്പോൾ കറാമത്തുകളൊക്കെ എന്താണ്, ചിലപ്പോൾ അവരെ ഉദ്ദേശം കൊണ്ടുണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ എന്താണ്, അവരുടെ ഉദ്ദേശിക്കാതെ തന്നെ പ്രകടമാകാം. അപ്പോൾ ഇതിൻ്റെ പ്രമാണം ആദ്യം നിങ്ങളുടെ അശ്അരികൾ നേതാവായിട്ടുള്ള ഖുശൈരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന് റിസാലത്തുൽ ഖുശൈരിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഇത്രയും കറാമത്തുകളൊക്കെ, ഉദാഹരണത്തിന്
ഈ വരൾച്ച സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം ഉണ്ടാവുക, അതുപോലെ തന്നെ പെട്ടെന്ന് ദൂരമുള്ള സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് എത്തുക, അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുമൊക്കെ എന്താ പറയുക വിമുക്തി നേടുക, അല്ലെങ്കിൽ ഇവിടെ യാ സാരി അൽ ജബൽ യാ സാരി അൽ ജബൽ എന്ന് പറയുന്ന വിദൂര സ്ഥലത്തുള്ള ആ ശബ്ദം കേൾക്കുക എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ ഉണ്ടാകാം. വഖദ് തെകൂനു, മനസ്സിലായില്ലേ? ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാമെന്നാണ്. അതല്ലാതെ എപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ഇനി എപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണ്? ഖുർആനാണ്. ആ ഖുർആൻ തന്നെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്താണ് ജിബ്രീൽ അലൈഹി സ്വലാമിനെ കാണുന്ന ആഗ്രഹമുണ്ടായിരുന്നു. പിന്നീട് ജിബ്രീൽ അലൈഹി സ്വലാം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരാത്തതെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ എനിക്ക് വരാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല വഹി. അള്ളാഹു താല ഉദ്ദേശിക്കും അപ്പോൾ ഉണ്ടാകും. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉദ്ദേശിക്കാതെ ഉണ്ടാകും, ചിലപ്പോൾ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകണമെന്നില്ല. ഇതാണ് ശരിയായിട്ടുള്ള മാന. ഇപ്പോൾ കറാമത്തുകളൊക്കെ അതൊക്കെ നമ്മളൊക്കെ സാധാരണ നിലക്ക് അള്ളാഹു താല നമുക്ക് കൊടുത്ത കഴിവ് പോലെ അവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന ഒരു വലിയും ഇങ്ങനെ പരിധികളില്ലാത്ത അതുപോലെ ഇത്രയും അസാധാരണമായ കഴിവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയനെ കാണിച്ചു തരാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് പോലും അറിയാം, നിങ്ങളെപ്പോഴും അന്വേഷണത്തിലാണല്ലോ, അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അത് നിങ്ങൾ എന്ത് ചെയ്യും, ഇതാക്കും. കാരണം വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പല സാമ്പത്തികമായിട്ടുള്ള മുതലെടുപ്പുണ്ട്, അത് വേറെ കാര്യം. ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അസാധാരണമായിട്ടുള്ള ഇത്തരമൊക്കെ കാര്യങ്ങളൊക്കെ അവരുദ്ദേശിക്കുമ്പോഴെല്ലാം ഉണ്ടാകുന്ന കറാമത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു വലിയൻ്റെ പേര് ഹാജറാക്കുക. ഇത് ഹാജരാക്കാൻ നിങ്ങൾ അപേക്ഷിക്കില്ല, ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ചോദിക്കണം. ഇനി അടുത്തത് അദ്ദേഹം അബ്ദുൽ ഹൈ ലഖ്നി റഹ്മത്തുള്ളാഹി മജ്മൂഉൽ ഫതാവിൽ കൊണ്ടുവരുന്ന ആരോപണം, അതിനെപ്പറ്റി എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം. ലഖ്നവിയുടെ ഗ്രന്ഥത്തില് നിങ്ങൾ കൈകടത്തി എന്നുള്ളതിന്റെ രേഖയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അതെ, രേഖയാണ് ഞാൻ ചോദിച്ചുള്ളത്. അതല്ല നിങ്ങളുടെ നിഗമനമല്ല. നിങ്ങളുടെ ഇജ്തിഹാദോ നിങ്ങളുടെ നിഗമനമോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. അത് കടത്തിക്കൂട്ടിയ ഗ്രന്ഥമാണ് എന്നുള്ളതിന് അതിന് അർഹമായിട്ടുള്ള പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള രേഖയാണ് ആവശ്യപ്പെട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾ അതിന് മാത്രമൊക്കെ ഒരു ഗ്രന്ഥം കടത്തിക്കൂട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് പ്രഖ്യാപിക്കാൻ മാത്രമുള്ള ഇൽമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് നിങ്ങളെ പറ്റി വിശ്വാസമില്ല. എനിക്ക് മാത്രമല്ല, ഈ ഗ്രൂപ്പിലുള്ള ആർക്കും തന്നെ നിങ്ങൾ അതിന് അർഹമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്ന് ആർക്കും തന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഒന്ന് ഇത് കടത്തിക്കൂട്ടിയ ഗ്രന്ഥമാണ് എന്നുള്ളതിന് എന്ത് ചെയ്യണം, നിങ്ങളിവിടെ തെളിവ് ഹാജരാക്കണം. കേവലം നിങ്ങളുടെ നിഗമനമോ അതുപോലെ നിങ്ങളുടെ ആ വായോ ഒന്നും ആവശ്യമില്ല. രണ്ട്, ഈ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അബ്ദുൽ ഹൈ ലഖ്നി റഹ്മത്തുള്ളാഹി ഗ്രന്ഥത്തിൽ ഷെയ്ഖ് മുഹദ്ദീൻ ഖാദർ അബ്ദുൽ ജീലാനി റഹ്മത്തുള്ളാഹിക്ക് എന്താണ് പരിധിയില്ലാത്ത കാഴ്ചയും കേൾവിയും കഴിവുകളുമുണ്ടെന്നുള്ളത് നിങ്ങൾ വാദിക്കുന്നു. അത് നിങ്ങൾ ഹാജരാക്കണം. ഒരു ഗ്രന്ഥകർത്താവിൻ്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അതുപോലെ ഇത് വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കിതാബ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങൾ ആ കളവുകൾ എന്ത് ചെയ്യണം, അത് കേവലം ആരോപണമായിട്ട് തീർന്നാൽ പോരാ, അത് തെളിയിക്കണം. നിങ്ങളാണിത് ഹാജരാക്കി, നിങ്ങളാണ് ആ ദഅവ കൊണ്ടുവന്നിട്ടുള്ളത്, നിങ്ങളാണ് ആ വാദം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വാദം എന്ത് ചെയ്യണം, തെളിയിക്കണം. ഇനി ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഗ്രന്ഥം അബ്ദുൽ ഹൈ ലഖ്നി റഹ്മത്തുള്ളാഹി മജ്മൂഉൽ ഫതാവ എന്ന ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. ഇതാണ് ആ ഗ്രന്ഥം. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് മെഗ്ലി യൂണിവേഴ്സിറ്റി കാനഡയിൽ എന്തുണ്ട്, ഇതിൻ്റെ കോപ്പി ഉണ്ട്. ഓക്കെ, ഈ ഗ്രന്ഥത്തിൽ ഇതാ അപ്പോൾ എൻ്റെ ഫസ്റ്റ് പേജ് കാണിച്ചു തരാം. ഇതാ മജ്മൂഉൽ ഫതാവ അബ്ദുൽ ഹൈ ലഖ്നി റഹ്മത്തുള്ളാഹി, ഇതാണ് ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ള ഭാഗം അത് ആരുടെയും ട്രാൻസ്ലേഷൻ അല്ല, ആരെങ്കിലും വിവർത്തനം ചെയ്തിട്ടില്ല, മറിച്ച് അബ്ദുൽ ഹൈ ലഖ്നി റഹ്മത്തുള്ളാഹി തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ 502 പേജ്. കുറച്ച് സമയം എടുക്കും സഹോദരന്മാരെ, കാരണം വെച്ചാൽ ഇത് ഏകദേശം 600 പേജ് ഉണ്ട്. ആ 502 പേജിൽ എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിപ്പോൾ 500 501 502 ഇതാണ് ഈ 502 പേജിൽ നമുക്ക് കാണാം. ഇത് അറബിയിലാണ് ഈ ഫത്വ ഉള്ളത്, കണ്ടില്ലേ?
മാ ഖൗലുക്കും ഫീ റജുലിൻ യദുന്നു അന്നൽ ഔലിയാ യഅലമൂന വയസ്മഊന നിദാ അൽ മുനാദി ഖരീബൻ വബഈദ എന്ന് തുടങ്ങിയിട്ടുള്ള ആ ഫത്വ, ആ ചോദ്യം അതെന്താണ്? അറബിയിൽ തന്നെയാണ്. അതിൻ്റെ ഉത്തരവും എന്താണ്? ഹാദാ റജുലുൻ ഫാസിലുൽ അഖീദതി ബൽ യുഖ്ഷ അലൈഹിൽ കുഫ്റു എന്ന് പറയുന്ന ആ കാര്യം അത് അറബിയിൽ തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഫത്വയാണ്, അതല്ലാതെ ആരെങ്കിലും ഉറുദുവിലുള്ള ഫത്വ അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതല്ല. ഇനി അങ്ങനെ ഒരു കാര്യം അത് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ആരും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് എന്താണ് കടത്തി കൂട്ടിയ ഒരു ഫത്വ ആണെന്നുള്ളത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്? എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ഗ്രന്ഥം കടത്തി കൂട്ടിയതാണ് എന്നുള്ള ഒരു പണ്ഡിതൻ്റെ കൗല് ഹാജരാക്കുക. അതിന് അർഹമായിട്ടുള്ള, അതിന് സ്ഥാനമുള്ള പണ്ഡിതന്മാരുടെ വാക്കുകൾ നിങ്ങൾ കൊണ്ടുവരാം. രണ്ടാമത്, ഈ മജ്മൂഉൽ ഫതാവയിൽ ഏകദേശം 600 പേജുകളുണ്ട്. ഓക്കെ, ഈ 600 പേജിൽ ഏതെങ്കിലും ഒരു പേജിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹിക്ക് പരിധിയില്ലാത്ത കേൾവിയും കാഴ്ചയും അതുപോലെ കഴിവുകളും ഉണ്ടെന്ന് നിങ്ങൾ വാദിച്ചു. ഇനി അത് വോയിസ് വീണ്ടും ഞാൻ കേൾപ്പിച്ച സമയം കളഞ്ഞില്ല. അതിൻ്റെ രേഖ ഈ മജ്മൂഉൽ ഫതാവ, ഇത് ഇനി ഈ കോപ്പിയിൽ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു കോപ്പിയിൽ അങ്ങനെ പരിധിയില്ലാത്ത കേൾവിയും കാഴ്ചയും കഴിവുകളും ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഹാജരാക്കുക, അല്ലെങ്കിൽ ആ കളവ് പിൻവലിക്കുക. ഇനിയാണ് സഹോദരന്മാരെ നമ്മുടെ സംവാദത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റ്, അഥവാ നമ്മുടെ ബാക്കവി പറയാണ് എന്ത്, ഇവിടെ വസ്അൽ മൻ അർസല മിൻ ഖബലിക മിൻ റസൂലിന എന്നുള്ളത് മുഹാലായിട്ടുള്ള, മുംകിനല്ലാത്ത, അസംഭവ്യമായിട്ടുള്ള, സാധിക്കാത്ത ഒരു സംഭവമാണ്. എന്ത്? ഇൻഷാ അല്ലാഹ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വോയിസിൽ തന്നെ കേൾക്കാം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്അൽ മൻ അർസല മിൻ ഖബലിക മിൻ റസൂലിന എന്ന് മറ്റ് അമ്പിയാക്കളോട് ചോദിക്കുന്നത് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏതെൻ്റെ വജഹിലാണെന്ന് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ വോയിസിലൂടെ നമുക്ക് കേൾക്കാം. ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ എങ്ങനെയാണ് അമ്പിയാക്കളോട് ചോദിക്കൽ, അത് തടയപ്പെട്ടതല്ലേ എന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. അതെ, അതന്നെ ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്റെ പൊന്നാര സുഹൃത്തെ, ഒരു 10-200 ആളുകളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ വന്ന് അറബിയൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് അതിന്റെ താലൊക്കെ എങ്ങോട്ടാണ്, അതിന്റെ ഒരു കാന വന്ന ആ കാനയുടെ ഇസ്മ ഏതാണ്, അതിന്റെ ഖബർ ഏതാണ്? ഇവിടെ നഹ്വിൽ ഏതെങ്കിലും ഇപ്പോൾ ഏറാബ് ചെയ്യലല്ല നമ്മളെ പണി. ഓക്കെ, ഇവിടെ ഇപ്പോൾ മീതിങ് ഭാഗക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇവിടെ കേൾക്കുന്ന ആൾക്കാർക്കോ നഹ്വിൻ്റെ ഏറാബ് പഠിപ്പിക്കല്ല പണി, മറിച്ച് ഇതിൽ വരുന്ന ആശയം എന്ത് അത് വ്യക്തമാക്കി കൊടുക്കലാണ്. ഇവിടെ ഇപ്പോൾ വലിയൊരു കാര്യമായി പറഞ്ഞിട്ടുള്ളത് എന്താണ്, മുംതനി എന്നുള്ളത് തടയപ്പെട്ടു എന്ന് ഞാൻ അർത്ഥം വെച്ചത് വളരെ എന്തോ അബദ്ധമായി എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ വോയിസ് ഒന്ന് കേൾക്കാം. എന്നൊക്കെ ഒന്ന് തിരിച്ചെടുത്തിട്ട് ഒന്ന് വായിക്കലല്ലേ അതിൻ്റെ ഒരു ശരി? അതന്നെ നിങ്ങളോടും പറയാനുള്ളത്. ഒന്ന് എന്നെ ഒന്ന് ആരോപിക്കുമ്പോൾ ഒന്ന് സൂക്ഷ്മതയോടെ, ഇപ്പം നിങ്ങൾ ഇതിൽ കേൾക്കുന്ന പല ബാക്കവിമാരും സക്കാഫിമാരൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അവർക്കൊന്നും അത്ര വലിയ ഇൽമില്ല, അത് വേറെ കാര്യം. എന്നാലും സംസാരിക്കുന്നതിന് മുന്നേ ഒന്ന് 2 ഭാഷയെങ്കിലും ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇനി അങ്ങനെ ഒരു ആശയം കിട്ടുമോ കിട്ടില്ലേ, ഇനി ആരോപിക്കാൻ പോകുന്ന കാര്യമൊക്കെ വലിയ അബദ്ധമാണോ അബദ്ധമല്ലേ എന്നൊന്നും സൂക്ഷ്മയോടെ ചിന്തിച്ചിട്ട് പോരായിരുന്നോ? എന്തായാലും അദ്ദേഹത്തിന്റെ വോയിസിലേക്ക് കിടക്കാം. മാത്രമല്ല, ഇവിടെ വസ്അൽ മൻ അർസൽന എന്ന് പറയുന്ന ആയത്തിന് 3 വജ്ഹുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, എന്തേ നിങ്ങൾ 1ാമത്തെ വജ്ഹും 2ാമത്തെ വജ്ഹും മുക്കി പറഞ്ഞത്? ഒരു മുക്കലുമില്ല. കാരണം അതെന്തല്ല, നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ മറ്റ് അമ്പിയാക്കളോട് സംസാരിച്ചു അല്ലെങ്കിൽ ബന്ധപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഇടയിൽ തർക്കത്തിലുള്ള ഒരു കാര്യമാണോ? ആണോ സഹോദരന്മാരെ? മുജാഹിദിൽ ഇതിൽ കേൾക്കുന്ന മുജാഹിദിൽ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയിട്ടില്ലെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് അമ്പിയാക്കൾ സംസാരിച്ചിട്ടില്ല എന്നുള്ള വാദമുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ാമത്തെ കൗലായിട്ടുള്ള ആ കാര്യം പറയണം? തർക്കത്തിലുള്ള കാര്യമേ സംസാരിക്കുള്ളൂ. തർക്കമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും ഇട്ടുകൊണ്ട് സമയം കളയാൻ ഞാൻ മീതിങ് മുഞ്ചിബാക്കവിയല്ല. പോട്ടെ, ഇനി 1ാമത്തെ വജ്ഹ് എന്താണ്? വസ്അൽ മൻ അർസല മിൻ ഖബലിക മിൻ റസൂലിന എന്നുള്ള ആയത്തിന് എന്താണ്? യഹൂദി നസ്രാനികളുടെ വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാർ ചോദിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു വ്യാഖ്യാനമെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള കാര്യം എന്താണ്?
മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കുന്നത് ഏതുപോലെയാണ്? നിർജീവ വസ്തുക്കളായിട്ടുള്ള മരം, ഭൂമി, നദി ഇവരോട് ചോദിക്കുന്നത് പോലെയാണ്. അതിൻ്റെ ഉദാഹരണം എന്തുകൊണ്ട് ബാക്കവി മുക്കി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തുടരട്ടെ ആദ്യം. അതങ്ങനെ 3 വചനം ഉണ്ടെങ്കിൽ 3 മുതലാണോ തുടങ്ങുന്നത്? സാധാരണ 1 മുതലല്ലേ തുടങ്ങുക? അല്ല, സാധാരണ എന്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ അംഗീകരിക്കുന്ന കാര്യം ചർച്ചയിലിടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ രണ്ടുപേരും ഒരു കാര്യം ഇപ്പം ആരെങ്കിലും മേറാജ് സംഭവിച്ചിട്ടില്ല, മേറാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് പ്രവാചകന്മാരുമായി കണ്ടുമുട്ടിയിട്ടില്ല എന്നത് ഞങ്ങളുടെ ആശയമാണെങ്കിൽ ഓക്കെ, ഞങ്ങളത് മുക്കി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം എന്തിനു വീണ്ടും ഞാൻ സമയം കളയുന്നത്? അപ്പോൾ എന്തെങ്കിലും സമയം ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ MP കളയരുത് കേട്ടോ. അതെനിക്ക് പറയാനുള്ളത്. അപ്പോ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വസ്അൽ മൻ അർസൽന എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തീർച്ചയായിട്ടും മരണപ്പെട്ടവരോട് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയത് വഞ്ചനയാണ്. ഖുർആൻ ദുർവ്യാഖ്യാനമാണ്. അത് കപട വിശ്വാസികളുടെ കാര്യമാണ്. ഒരിക്കലും തന്നെ അള്ളാഹു തആല ഒരിക്കലും തന്നെ പൊറുക്കാത്തൊരു കാര്യമാണ്. ഖുർആന്റെ പേരിലൊക്കെ കൈകടത്തിൽ നടത്തിയിട്ടുള്ള കാര്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. വസ്അൽ മൻ അർസല മിൻ ഖബ്ലിക മിൻ റസൂലില്ലാഹി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് അമ്പിയാക്കളോടൊക്കെ ഇസ്തിഗാസ നടത്താൻ വേണ്ടിയുള്ള തെളിവാണ് എന്ന് പ്രഖ്യാപിച്ച കാന്തപുരം തീർത്തും ദുർവ്യാഖ്യാനം തന്നെ നടത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ വചനം അനുസരിച്ച് അത് തെറ്റാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ പിന്നെ ഒന്നാമത്തെ വചനവും രണ്ടാമത്തെ വചനവും ഒന്ന് പരിശോധിച്ചു കൂടായിരുന്നോ? പരിശോധിക്കാൻ ആവശ്യമില്ല. കാരണം അതിൽ നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള കാര്യമല്ല. അപ്പൊ തർക്കത്തിലില്ലാത്ത കാര്യം വലിച്ചിട്ട് എന്ത് ചെയ്യേണ്ട, സമയം കളയണ്ട. നമുക്ക് എന്ത് ചെയ്യാം, തർക്കത്തിലുള്ള കാര്യത്തിലേക്ക് എന്ത് ചെയ്യാം, ശ്രദ്ധ നൽകാം. ഇനി കേൾക്കണം, നമുക്ക് വീണ്ടും അദ്ദേഹം പറയട്ടെ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ചോദിക്കണമെന്ന് പറയൽ യകൂനുൽ മുറാദു മിൻഹു, അതിൽ നിന്നുള്ള മുറാദ് ആകും അന്നദറവൽ ഇസ്തിദ്ലാല, ചിന്തിക്കുക, തെളിവെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും നന്നായി തെളിവ് പിടിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായി തെളിവ് പിടിച്ചിട്ടുണ്ട്. വരി ഇൻഷാ അല്ലാഹ് ഇനി പറയട്ടെ. അപ്പോ ചോദിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല എന്നർത്ഥം. ചോദിക്കണം എന്ന അർത്ഥത്തിലല്ല എന്തുള്ളത്, ഈ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ചോദിക്കണം എന്ന അർത്ഥത്തിലല്ല. പിന്നെ എന്താണ് അർത്ഥം? ചിന്തിക്കണം. അതെ, അതന്നെ നമുക്ക് പറയാനുള്ളത്. ഇവിടെ മരണപ്പെട്ടവരോട് ഇസ്തിഗാസ ചോദിക്കാനുള്ള തെളിവല്ല, മനസ്സിലായില്ലേ? ചോദിക്കണം എന്ന അർത്ഥത്തിലല്ല. ഇതൊന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോടൊന്ന് പറയും. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് 30-40 കൊല്ലം മുന്നേ കൊട്ടപ്പുറത്ത് വെച്ചിട്ട് മരണപ്പെട്ടവരോട് ചോദിക്കുക എന്ന അർത്ഥത്തിൽ തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇത് എന്തിന് കൊണ്ടുവരുന്നത്. അപ്പൊ അത് തെളിവ് പിടിക്കുന്നതല്ല, തെളിവ് പിടിക്കാൻ പറ്റില്ല എന്ന് കാന്തപുരത്തിനോടൊന്ന് ഓതി കൊടുക്കട്ടോ. എന്ന് അവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ആ പറഞ്ഞ വിഷയത്തിൽ ചിന്തിക്കുക, തെളിവ് പിടിക്കുക എന്നുള്ളതാണ്. അതെ, തെളിവ് പിടിക്കുക. എന്ത്? ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ഒന്നും എന്തില്ല, അള്ളാഹു തആല ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല എന്നതാണ് തെളിവ് പിടിക്കേണ്ടത്. ഒരാൾ പറഞ്ഞ ഒരാളുടെ കൗലു പോലെ നിന്നിലുള്ള നദികളെ കീറിയതാരാണ്, നദികളൊക്കെ ഇങ്ങനെ ഒഴുക്കുന്നത് ആരാണ്, നിന്നിൽ നദികൾ ഉണ്ടാക്കിയത് ആരാണെന്ന് നീ ഭൂമിയോട് ചോദിക്കൂ എന്ന് ഒരാൾ പറഞ്ഞു. ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, ഈ നദികളൊക്കെ ആരാണ് ഉണ്ടാക്കിയത് എന്ന് നീ ഈ ഭൂമിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ ഭൂമിയോട് ചോദിക്കണം എന്ന അർത്ഥത്തിലല്ലല്ലോ, ആ വിഷയം നീ ചിന്തിക്കണം. അതന്നെ ഞങ്ങൾ പറയുള്ളത്. ഇവിടെ വസ്അൽ മൻ അർസല മിൻ ഖബ്ലിക മിൻ റസൂലില്ലാഹി എന്ന് പറഞ്ഞത് ഒരിക്കലും തന്നെ എന്തല്ല, മരണപ്പെട്ടവർ ഇസ്തിഗാസ നടത്താനല്ല, ചിന്തിക്കാനാണ്. ഇങ്ങനെ അള്ളാഹു തആലക്ക് പുറമെ ഒരു സൃഷ്ടിയെയും അള്ളാഹു തആല ഒരു പ്രവാചകയെയും നിയോഗിച്ചിട്ടില്ല അള്ളാഹുവിന് പുറമെ ആരാധിക്കാൻ. അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇസ്തിഗാസക്ക് തെളിവെടുപ്പിക്കാനല്ല. അൽഹംദുലില്ലാഹ്, വളരെ നന്നായിട്ടുണ്ട്. ാണ് നമുക്ക് വലിയ പിഴവ് പറ്റി എന്ന് മീദിൻ കുഞ്ഞി ബാക്കവി അവിടെ പ്രസ്താവിക്കുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. ഇവിടെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് മൗലവിക്ക് കാര്യമായ പിഴവ് സംഭവിച്ചിട്ടുള്ളത്. ഫഹാഹുന സുആലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം അനിൽ അംബിയാഇൽ ലദീന കാനൂ ഖബ്ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ്
നിയോഗിക്കപ്പെട്ടതായ പ്രവാചകന്മാരോട് ചോദിക്കുക എന്നുള്ളത് മുംതനിഉൻ എന്താണ് സാധിക്കാത്തതാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ളപ്പോൾ അസാന്നിധ്യത്തിലുള്ള മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ഒരു സമയത്ത് ഈ പ്രവാചകന്മാരോടൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്, സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ഞങ്ങൾ പറയുന്നത് ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഊഹും ഫൽയസ്തജീബു ലക്കും. അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉത്തരം നൽകില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു അവരിങ്ങനെ ഉത്തരം നൽകില്ല എന്നുള്ളത് അസാധ്യമായ കാര്യമാണെന്നുള്ളത്. പറയട്ടെ, സാധിക്കാത്ത കാര്യമാണ്, സാധിക്കില്ല ഒരിക്കലും തന്നെ. മരണപ്പെട്ടവരൊക്കെ നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ഇസ്തിഹാസക്കൊന്നും അവർ ഉത്തരം നൽകില്ല. കാര്യമാണ്, കഴിയാത്ത കാര്യമാണ്. മുംതനിഉൻ എന്ന് പറഞ്ഞാൽ കഴിയാത്തത്, സാധിക്കാത്തത് എന്നൊക്കെയാണ് അർത്ഥം, അല്ലാതെ തടയപ്പെട്ടതാണ് എന്നർത്ഥമല്ല. അല്ല, ശരി. ഇത് എൻ്റെ കയ്യിലുള്ളത് ഇമാം തൂഫി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഷർഹ് മുഖ്തസർ റൗദ, ഇമാം എന്താ പറയുക ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹ്മത്തുള്ള ഗ്രന്ഥത്തിന് ഷർഹ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ കൃത്യമായി തന്നെ കാണാം എന്ത് ഇവിടെ ഫഹുവ മുംതനിയു മംനു എന്നുള്ളത് യംതനിയു മംനുവിൻ്റെ അർത്ഥം, യംതനിയു മംനുവിൻ്റെ അർത്ഥം എന്തുണ്ട് കൊണ്ടുവരുന്നുണ്ട് കൃത്യമായി തന്നെ. മാത്രമല്ല ഇവിടെ ഇംതന യംതനിഉ, ഇഫ്തഅല യഫ്തഇലു, ബാബുൽ ഇഫ്തിആലാണ് ഈ വസ്ന ഈ ഫിഅൽ വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ടുള്ള രണ്ട് അർത്ഥങ്ങൾ എന്താണ്? അൽ മുതാവയം, അതുപോലെ തഷാറുഖാണ്. അതെന്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊരു സർഫിൻ്റെ ക്ലാസ്സോ അല്ലെങ്കിൽ നഹ്വിൻ്റെ ക്ലാസ്സോ ഒന്നും ഒരിക്കലും എടുക്കാണ്ടിയില്ല, അതിനുവേണ്ടി സമയം കളയുന്നില്ല. അപ്പോൾ ഇവിടെ മന എന്നുള്ള സുലാസി മുജറദായിട്ടുള്ള ആ ഫിഅലിൻ്റെ മുതാവിയാണ് എന്ത് ഇംതന എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായി തന്നെ അതിനായിട്ട് ബന്ധമുണ്ട്. ഇവിടെ തടയപ്പെട്ടു എന്നുള്ളത് അതിൻ്റെ ആശയപരമായിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ അത് നേർക്ക് നേരല്ല അർത്ഥമല്ലെങ്കിലും തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു അബദ്ധം എന്ന നിലയ്ക്ക് നിങ്ങൾ കൊട്ടിഘോഷിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇവിടെ കൃത്യമായി തന്നെ ഇമാം തൂഫി റഹ്മഹുല്ല ഫഹുവ മുംതനിഉൻ മംനു എന്നുള്ളത് യംതനിഉ. അപ്പോൾ ഒന്നുകൂടി ഒരാളെ ആക്ഷേപിക്കുമ്പോൾ അതുപോലെ തന്നെ കളിയാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബാക്കി പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പൊ അസ്ലിയായ നിലക്ക് തടയപ്പെട്ടതാണ് എന്നുള്ളതിന് അർത്ഥം അവിടെ അങ്ങനെ ഇല്ല. അസ്ലിയായ നിലക്കെന്നുള്ളതിനൊരു വാക്ക് തന്നെ ഇല്ല. അസ്ലിയായ നിലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ബൈത്തുൽ മുഖദ്ദിസിൽ പോയിട്ടുള്ള അവസ്ഥയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉള്ളപ്പോൾ ഉള്ള അവസ്ഥയാണ്. അതാണ് അസ്ലിയായിട്ടുള്ള അവസ്ഥ. മറ്റത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല എന്താണ് ബൈത്തുൽ മുഖദ്ദിസ് ഇസ്രാ മിഅ്റാജിന്റെ അവസരത്തിൽ പോയിരുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും എന്തല്ല, അത് നമ്മൾ ആദിയായ നിലക്കുള്ള ഒരു കാര്യമല്ല എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇവിടെ രണ്ടാമത്തെ അഭിപ്രായമായിട്ടുള്ള ബന്ധമല്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് തന്നെയാണ് അസ്ലിയായ നിലക്കെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെ ഇവിടെ മംനുവും അതുപോലെ തന്നെ മുംതനിയും ഒക്കെ ഏകദേശം യംതനിയുടെ അർത്ഥം തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടയപ്പെട്ടത്. ഇനി അവിടെ മുഹാൽ എന്നുള്ള അർത്ഥം ശരി ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടിയും ഇഷ്ടപ്പെട്ടത് ആ അർത്ഥമാണ്. കാരണം മുൻകഴിഞ്ഞ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അങ്ങനെ ചോദിക്കുന്നത് അസംഭവ്യമായിട്ടുള്ള മുഹാലായ അതുപോലെ കഴിയാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ വായിൽ നിന്ന് പ്രഖ്യാപിച്ചത്. ഇത്രയും വളരെയധികം സന്തോഷമുള്ള വേറെ കാര്യമില്ല ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾ തിരുത്തരുത് കേട്ടോ, അത്രയും പറയാമല്ലോ. ഇനി നിങ്ങൾ ഇബാദത്തിന്റെ ആ നിർവചനത്തിൽ സ്വയം കഴിയോ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നീട് നിങ്ങൾ വീണ്ടും അതിലേക്ക് കൊണ്ടുവന്നതുപോലെ വീണ്ടും എന്ത് ചെയ്ത് നിങ്ങൾ തിരുത്തരുത്. ഇനിയാണ് അത്ര ഭയങ്കര കാര്യമായ നിലയ്ക്ക് ഞാൻ ദുർവ്യാഖ്യാനം ഒന്ന് കേട്ടോക്കാം. പിന്നെ ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗം അവിടെയാണ് കാര്യമായ രീതിയിൽ മൂപ്പര് അങ്ങോട്ട് എന്ത് ചെയ്തത്, ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചത്. നോക്കൂ, ഫകാനൽ മുറാദു മിൻഹു ഉൻദുർ ഫി ഹാദിഹിൽ മസ്അലതി ബിഅഖലിക വതദബ്ബർ ഫീഹാ ബിഫഹ്മിക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് ചിലപ്പോൾ മനസ്സിലാക്കാത്തത് കൊണ്ടാവും കേട്ടോ, മനഃപൂർവ്വമായിക്കൊള്ളണമെന്നില്ല, തിരിയാത്തത് കൊണ്ടാവും. ഞാൻ തിരിച്ചു തരാം, നോക്ക്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ളത് എന്താണ്? അസാധ്യമായ കാര്യമാണ്, അത് സാധിക്കാത്ത കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. ശരി, ഇംതന യംതനി മുംതനി. ഓക്കെ,
ഈ മുംതനിയക്ക് പ്രയാസമുള്ള കാര്യമാണ് എന്ന അർത്ഥം എവിടുന്ന് കിട്ടി? ചോദിക്കട്ടെ. ഇത് നിങ്ങളല്ലേ പറഞ്ഞത്, നമ്മൾ തെറ്റായ അർത്ഥം വെച്ചു എന്നുള്ളത്. ഞാൻ വെച്ചെന്താണ്, ഇവിടെ സുലാസി മുജറദായിട്ടുള്ള മനായ അമ്നയുടെ അർത്ഥം അത് അൽ മുത്താവയുടെ ആ ഒരു മാനയിലാണ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ല? ഇവിടെ പ്രയാസമുള്ളത് എന്നുള്ളത് ഏത് വാക്കിനാണ് അർത്ഥം? പ്രയാസമുള്ളതോ? മുംതനി എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളത് എന്നാ? പ്രയാസമുള്ളതെന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയും, പക്ഷേ ഇന്ന് പ്രയാസമാണ്. മുഹാല് അല്ലെങ്കിൽ മുംതനി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, ഒരിക്കലും തന്നെ സംഭവിക്കില്ല എന്ന കാര്യമാണ്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് എന്താണ് പ്രയാസമുള്ള ഒരു കാര്യമാണെന്നുള്ളത് കിട്ടിയത്? അത്തരം ദുർവ്യാഖ്യാനങ്ങളും അർത്ഥം വെക്കലും ഒക്കെ കബളിപ്പുകളൊക്കെ അത് നിർത്തിട്ടോ. ഇവിടുത്തെ മസ്അല, ആ മസ്അല ആയുടെ കാര്യത്തിൽ നീ ചിന്തിക്കുക. ബി അഖലിക, നിന്റെ അഖല് കൊണ്ട് ചിന്തിക്കുക. വ തദബ്ബർ ഫിഹാ ബി ഫഹ്മിക, നിന്റെ ഫഹ്മ കൊണ്ട് നീ ചിന്തിക്കുക എന്നതാണ് അതിന്റെ മുറാദ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു. അപ്പോ ഇവിടെ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ എന്ന് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? ആ രണ്ടാമത്തെ ഖൗലനുസരിച്ച് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് വന്ന പ്രവാചകന്മാരോട് നേരിട്ട് ചോദിക്കണം എന്നുള്ളതാണ്. ആർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ചോദിക്കാൻ എന്തില്ല, ആരും അത് എതിർക്കുന്നില്ല. ഇവിടെ ആരും ബൈത്തുൽ മുഖദ്ദസിൽ നടന്നുള്ള സംഭവം എതിർക്കുന്നുമില്ല. ഇസ്രാ മിഅ്റാജ് ആരും എതിർക്കുന്നുമില്ല. ഇനി തൊടട്ടെ അദ്ദേഹം. മൂന്നാമത്തെ ഖൗലനുസരിച്ച് എല്ലാ പ്രവാചകന്മാരോടും ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ടുള്ള മുറാദ്, അപ്പൊ എല്ലാ പ്രവാചകന്മാരും ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസിലുള്ള സംഭവം ഇല്ലെങ്കിൽ, അങ്ങനെ ആ ഒരു വഴിയിൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ളപ്പോൾ ചോദിക്കുക എന്നുള്ളത് എന്താണ്? അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ അസാധ്യമാകുന്നു? അള്ളാഹു താല തടഞ്ഞു. എന്നെ അള്ളാഹു താല വിചാരിച്ചാൽ അതൊക്കെ എന്നും ചെയ്യാൻ കഴിയുന്നതാണല്ലോ. പക്ഷെ അള്ളാഹു താല അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, നിയോഗിച്ചിട്ടില്ല. ഏതുപോലെ നിർജീവ വസ്തുക്കളൊക്കെ സംസാരിക്കും എന്ന് അള്ളാഹു താല എന്ത് ചെയ്തിട്ടില്ല, നിർദ്ദേശിച്ചിട്ടില്ല, നിയോഗിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും അവസരത്തിൽ കല്ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്തിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും കല്ലിനെ സംസാരിക്കാൻ കഴിയാത്ത ഒരു വസ്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വന്നു പറയും കല്ല് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ കല്ലെന്താണ് സംസാരിക്കുന്ന ഒരു വസ്തുവാണെന്നുള്ളത് ആരെങ്കിലും പറയുമോ? അതേപോലെ തന്നെയാണ് ഇവിടെ സാധാരണ ആദ്യമായിട്ടുള്ള നിലക്ക് പ്രവാചകന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ മക്കയിലുള്ളപ്പോൾ ചോദിക്കുക എന്നുള്ളത് എന്താണ്? ഇവിടെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മക്കയിൽ ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകഴിഞ്ഞ 1,24,000 പ്രവാചകന്മാരോട് അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ എന്ന് ചോദിക്കുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്, കഴിയാത്തൊരു കാര്യമാണ്. ഇങ്ങനെ കഴിയാത്തൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും കഴിയാത്തൊരു കാര്യം എങ്ങനെയാണ് ഈ സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾ മറ്റ് ഔലിയാക്കളോടും അമ്പിയാക്കളോടും ഒക്കെ അസാന്നിധ്യത്തിലുള്ള മറ്റ് മുൻകഴിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരെയും ഔലിയാക്കളും വിളിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നത്? ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു കിട്ടോ. അതുപോലെ തന്നെ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ബൈത്തുൽ മുഖദ്ദസിലൊക്കെ അണിനിരന്ന പോലെ തന്നെ 313 ആളുകളൊക്കെ മീതു കുഞ്ഞി ബാക്കിയുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അണിനിരഞ്ഞ് നിൽക്കണോ ചോദിക്കാൻ? അപ്പോൾ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് അൽഹംദുലില്ലാ നമ്മുടെ മീതു കുഞ്ഞി ബാക്കവി ഈ സംവാദത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. എന്തായാലും മഹാന്മാരുടെ ഇസ്തിഗാസ എന്തായാലും സ്വയം കഴിവ് എന്തായാലും ഇബാദത്തിന് നിർവചനം വരണമെന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ എന്ന് അസ്ലിയായി നിലയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബൈത്തുൽ മുഖദ്ദസിൻ്റെ ആ ഒരു വജഹിലൂടെ അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ളപ്പോൾ മറ്റ് പ്രവാചകന്മാരോട് ഇങ്ങനെ ചോദിക്കുന്നത് അസാധ്യമായിട്ടുള്ള കഴിയാത്തൊരു കാര്യമാണ്. ഇനി സംവാദത്തിൻ്റെ ആവശ്യമുണ്ടോ അല്ലേ എനിക്കറിയില്ല. എന്തായിരുന്നാലും എൻ്റെ ചോദ്യത്തിൻ്റെ അവസരം കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ചോദ്യത്തിൻ്റെ അവസരമാണ്. എന്തായാലും അൽഹംദുലില്ലാ ഈ സംവാദത്തിൽ വളരെയധികം ഗുണങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെ കൊണ്ട് ഈ വിഷയത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നത് അൽഹംദുലില്ലാ നല്ലൊരു കാര്യമാണ്. ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനും
അതുപോലത്തെ നിങ്ങളുടെ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരു അവസരം നൽകി അൽഹംദുലില്ലാഹ് അള്ളാഹു സ്തുതിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ടുള്ള ഫൈനൽ സ്പീച്ച്, നമ്മളുള്ള അവസാന ഉപദേശം കേൾക്കാം. അപ്പോൾ ഇവിടെ ഇമാം റാസി കൊണ്ടുവന്നിരിക്കുന്ന ഈ 3 വജ്ഹുകളും നമ്മൾ പറഞ്ഞതിന് വിരുദ്ധമായി വരുന്ന ഒരു വിഷയമല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ്. കാരണം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് പ്രവാചകന്മാരോട് ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത്, അഥവാ ബൈത്തുൽ മുഖദ്ദിസിന്റെ അവസ്ഥയിലല്ല, അങ്ങനെ ചോദിക്കുക എന്നുള്ളത് അസംഭവ്യമായിട്ടുള്ള കഴിയാത്ത ഒരു കാര്യമാണ്. അള്ളാഹു താല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളത് നിങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔട്ട് ഗോയിങ് പറ്റില്ല എന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിക്കുകയാണ് ഇങ്ങനെ മറ്റുള്ള പ്രവാചകന്മാരോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അസംഭവ്യമായ കാര്യവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോടിക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കേട്ട് ഉത്തരം നൽകുക എന്നുള്ളത് സാധ്യമാകുന്ന കാര്യമാണെന്നുള്ളതിന് നിങ്ങളുടെ ബുദ്ധി ഉണ്ടല്ലോ, വലിയൊരു ബുദ്ധിയാണ് കേട്ടോ. കേൾക്കട്ടെ. അങ്ങനെ ഒരു വിഷയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. അതും രണ്ടാമത്തെ വജ്ഹ് മാറ്റിവെച്ചിട്ട്. രണ്ടാമത്തെ വിഷയം മാറ്റിവെക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ വിഷയം ഇവിടെ ബൈത്തുൽ മുഖദ്ദസിൽ പോയ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് അമ്പിയാക്കളെ കണ്ടുമുട്ടിയെന്ന കാര്യം ഒരു മുജാഹിദും എതിർത്തിട്ട് വേണ്ടേ അത് മുക്കാനും പൊക്കാനും ഒക്കെ? അത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തർക്ക വിഷയം എന്താണോ അത് മാത്രമേ നമുക്ക് കൊണ്ടുവരുള്ളൂ, മറച്ചു വെച്ചിട്ട്. അപ്പൊ ഇവിടെ ഫകാനൽ മുറാദ് മിൻഹു, അതിൽ നിന്നുള്ള മുറാദ് ആയി. ഏതിൽ നിന്ന് മുറാദ്? അതിനാലുള്ള മുറാദ് ഏതിനാൽ? നബിയെ താങ്കൾ കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം പറഞ്ഞു കൊടുത്തു. ആ ചോദിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള മുറാദ് എന്തായി? ഉൻദുർ ഫി ഹാദിഹിൽ മസ്അലത്തി, ഈ മസ്അലയിൽ താങ്കൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. വതദബ്ബർ ഫീഹാ ബിഫഹ്മിക, താങ്കളുടെ ഫഹ്മ കൊണ്ട് ഈ വിഷയത്തിൽ താങ്കൾ ചിന്തിക്കുക. ഏത് മസലയിലും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താണ് ഗുണപാഠവും അതുപോലെ തന്നെ തെളിവ് പിടിക്കലാണ് എന്ന കാര്യം എന്ത് ചെയ്യണമെങ്കിൽ നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. ഇതന്നെയല്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനിപ്പോൾ കാലയുടെ ഇസ്മും കാലയുടെ ഹബറൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള നിങ്ങളുടെ അതുണ്ടല്ലോ, എൻ്റെ വോയിസ് ഇട്ടിട്ട് ഞാൻ എന്തൊക്കെ വലിയ അബദ്ധം ചെയ്തു പറഞ്ഞു, അതുപോലെ തന്നെ നഹ്വിൽ എന്തൊക്കെ വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നുണ പറയാന്നല്ലാതെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, തെളിയിച്ചിട്ടില്ല. കേവലം ദുർവ്യാഖ്യാനം അതുപോലെ തന്നെ ആരോപണം മാത്രമേ ഉള്ളൂ. പറയട്ടെ. എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ആ ആയത്ത് കൊണ്ടുള്ള മുറാദ് ഇന്നതാണ് എന്ന് പറഞ്ഞത് അതിൽ ഫകാനൽ മുറാദ് മിൻഹു എന്നുള്ള വായിച്ചിട്ട് അതിൽ നിന്നുള്ള ഉദ്ദേശമായി എന്നുള്ള ഭാഗം കട്ടാക്കി, അർത്ഥത്തിൽ കട്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യാ? ഫി ഹാദിഹിൽ മസ്അലത്തി എന്നുള്ളതിന്, ഈ മസ്അലയുടെ കാര്യത്തിൽ എന്നുള്ളതിന് മൂപ്പര് എന്തർത്ഥം പറഞ്ഞു? ഈ വിഷയത്തിൽ എന്നാക്കി. അപ്പോ എന്താണ് എന്റെ ബാക്കവി ഈ വിഷയത്തിൽ ഈ മസ്അലയിൽ എന്ന് പറയുന്നത്? ഇപ്പൊ വലിയൊരു ഇതാണ് ഈ മസ്അലയിൽ കൊണ്ട് പറയുന്ന പകരം ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞത് ഇപ്പോൾ വലിയൊരു തെറ്റായിട്ടുള്ളത് നിങ്ങൾ കൊണ്ടുവരുന്നത്. എന്താ നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടാനില്ല? ആരോപണം എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സംസാരിക്കാം. എന്തിനടിസ്ഥാനം? കേവലം ആൾക്കാരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു ചെപ്പടി വിദ്യ എന്നല്ലാതെ വേറെ എന്തിനെ പറ്റി പറയാം? അദ്ദേഹം പറയട്ടെ. അങ്ങനെ അർത്ഥം വ്യത്യാസപ്പെടുത്താൻ പാടില്ലല്ലോ. എന്താണ് ഇവിടെ ആശയപരമായിട്ട് ഒരു നിലക്കും ഒരു അർത്ഥവും എതിരായി ഞാൻ പറഞ്ഞിട്ടില്ല. ആശയം മറികടക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ആരോപണം പിൻവലിക്കേണ്ടത് മാത്രം. വെറുതെ എന്തിനടിസ്ഥാനത്തിൽ ഞാൻ എന്താണ് അവിടെ വായിച്ചിട്ട് അർത്ഥം മാറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ അർത്ഥം ദുർവ്യാഖ്യാനിച്ചു ഒന്നും തന്നെ എനിക്ക് കിട്ടില്ല. മറിച്ച് കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ നിങ്ങൾ എന്ത് പറഞ്ഞു? അങ്ങനെ കഴിയില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, എനിക്ക് അത്രയും നല്ല സന്തോഷമാണ്. ഇവിടെ ഞാൻ തടയപ്പെട്ടു എന്ന വാക്കിന് പകരം കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ വാക്ക് അൽഹംദുലില്ലാഹ് ഏറ്റവും വാദിഹായിട്ടുള്ള അർത്ഥം അത് തന്നെയാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് പ്രവാചകന്മാരോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അത് തന്നെ മതി. ഇൻഷാ അല്ലാഹ് പറയട്ടെ. ആ ആയത്തിന്റെ മുറാദ് ഇന്നതാണ് എന്ന് പറഞ്ഞത് ഇമാം റാസി ഇവിടെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നമ്മളോട് പറയുന്ന ഒരു രീതിയിലാക്കിയിട്ടാണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ അതാണ് പ്രശ്നം. ലൈൻ അഷ്റഖ്ത ലഹബതൻ അമലുക എന്താണ് നബി അല്ലാഹു തആല പറയുന്നത്? നബിയെ
താങ്കൾ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അമല് പൊളിയുമെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെങ്കിലും ഇതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും ബാധകല്ലേ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഇങ്ങനെ പറയുന്നതെങ്കിലും ഈ ചിന്തിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ചിന്തിച്ചാൽ മാത്രം പോരല്ലോ, നിങ്ങളും ചിന്തിക്കണം. നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ അല്ലാഹു തആല നിങ്ങളെ തോന്നിപ്പിച്ചത്. അൽഹംദുലില്ലാ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ അഭിസംബോധന ചെയ്തിട്ടുള്ള പറഞ്ഞുള്ള കാര്യം എല്ലാവരോടും, നിങ്ങളോട് പറഞ്ഞാൽ എല്ലാവരോടും ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണോ ഇത്ര വലിയ തെറ്റായിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? അതിനാണോ ഇവിടെ കാനഡ ഇസ്മു കാനഡ ഖബറൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദുർവ്യാഖ്യാനം ശ്രമിച്ചത്? അപ്പോൾ അത്തരം ദുർവ്യാഖ്യാനങ്ങളും ആരോപണങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് ദീന് പറയാൻ അല്ലാഹു തആല നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷേ അത് അൽഹംദുലില്ലാ എൻ്റെ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യാൻ മറുപടി പറയാം. അബ്ദുൽ ലൈലഖി റഹ്മത്തുള്ളാഹി കിതാബിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ പച്ചക്കളവാണ്, അത് നിങ്ങൾ തെളിയിക്കണം. അതുപോലെ അബ്ദുൽ ലൈലഖി റഹ്മത്തുള്ളാഹി കിതാബിൽ കടത്തി കൂട്ടി നിങ്ങൾ പറഞ്ഞു, തെളിയിക്കണം. അതുപോലെ ഇബാദത്ത് നിർവചനം നിങ്ങൾ നടത്തിയിട്ടുള്ള കള്ളത്തരങ്ങളൊക്കെ അതൊക്കെ തെളിയിക്കണം. അതുപോലെ നിങ്ങൾ കൊണ്ടുവന്നതോ എൻ്റെ ഉത്തരത്തിൻ്റെ അവസരമല്ലെങ്കിൽ പോലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാന്യത എന്ന കരുതിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഹക്കായി മനസ്സിലാക്കാനും ബാത്തിലെ തള്ളിക്കാനും സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.